महाज्योति नमस्ते। ओम महाज्योति नमस्ते। ും അയിലാക്കുന്നിലക്കൻപടതലമരുന്നായ കാരയ്ക്കൽ മാറ ചെമ്മീകയും തിരുവരംഗത്തിലും പണം ഇങ്ങനെയും നാരായണ കുലദേവതാസ്ഥാനത്ത് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ഗുണേശ്വരി അമ്മയുടെയും സാക്ഷാൽ ഒരു ശ്രേഷ്ഠനായ കുലദേവതാസ്ഥാന സ്വരൂപമായ തിരുവനന്തപുര ഗുരുവിൻ്റെയും പാദങ്ങൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഈ പൊങ്കാല മഹോത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ ശ്രീധർമ്മ സമ്മേളനത്തിന്റെ ആദരണീയനായ അധ്യക്ഷൻ NSSന്റെ യോഗം പ്രസിഡന്റ്, നമ്മുടെ സർവാധരണീയനായ ഏറ്റവും ബഹുമാനപ്പെട്ട കേരള സാമൂഹ്യ രംഗത്ത് നെടുനായകത്വം വഹിച്ചുകൊണ്ട് ശ്രീനാരായണ ധർമ്മപ്രസ്ഥാനത്തിന്റെ SNDP യോഗത്തിന്റെ അമരക്കാരനായിരിക്കുന്ന ആദരണീയ സോമൻ സാർ, ഇവിടെ കൂടിയിരിക്കുന്ന ശ്രീ പ്രദീപ് ഈ പറഞ്ഞതുപോലെ ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ അധ്യക്ഷൻ, അതുപോലെ ഭുവനേശ്വരി ക്ഷേത്രത്തിന് നിർമ്മാണത്തിന് മനസ്സർപ്പണം ചെയ്ത നാരായണൻ സാർ, അത് തുടങ്ങിയ ബഹുമുഖങ്ങളായ നേതാക്കന്മാർ, പന്തകുലത്തിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ ആത്മീയമായ ഈ പ്രതിഷ്ഠാസ്ഥാനം മുതൽ ഇവിടുത്തെ കുറവുകളും പോരായ്മകളും ഒക്കെ കണ്ടു പരിഹരിച്ചുകൊണ്ട് നമുക്ക് നിത്യമായ ശാന്തി നടത്തി നമ്മളുടെ ക്ഷേത്ര ചൈതന്യത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ മേൽശാന്തി, അങ്ങനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും ഇവിടെ ഒരു പ്രഭാഷണത്തിനുള്ള സമയം ഇല്ല. പൊങ്കാലയുടെ ചടങ്ങുകളിലേക്ക് നമുക്ക് മാറേണ്ടുന്നതുണ്ട്. എങ്കിലും പന്തിരുകുലത്തിന്റെ ഗുരുത്വവും പന്തിരുകുലത്തിന്റെ മഹത്വവും ഇന്ന് സമൂഹത്തിൽ അനിവാര്യമായ അതിന്റെ അനിവാര്യത എന്ത് എന്ന് ഇന്നത്തെ സമൂഹം തിരിച്ചറിയേണ്ടുന്ന, അല്ലെങ്കിൽ യുവജനത തിരിച്ചറിയേണ്ടുന്ന ആവശ്യകത എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ ജഗദ്ഗുരു ആദിശങ്കരൻ ആകട്ടെ, ശ്രീനാരായണ ഗുരുദേവനാകട്ടെ, ചട്ടമ്പിസ്വാമി തിരുവടികളാകട്ടെ, അങ്ങനെ നമ്മുടെ ധർമ്മഗുരുക്കന്മാരുടെ പരമ്പരയാകട്ടെ, അവരൊക്കെ സമൂഹത്തിന്, ലോകത്തിന്, മാനവരാശിക്ക് നൽകിയ സന്ദേശം ആ ആത്മതത്വം, ആത്മബോധത്തെ ഉണർത്തിക്കൊണ്ട് നിത്യജീവിതത്തെ എങ്ങനെ നമുക്ക് അനുഭവാമൃതമാക്കി മുമ്പോട്ട് നമുക്ക് നയിക്കാം എന്നുള്ളതാണ്. പക്ഷേ കാലം പിന്നിട്ടപ്പോൾ നമ്മളുടെ ഇടയിൽ വന്നതാകുന്ന വർണ്ണവ്യവസ്ഥ ഉൾപ്പെടെയുള്ളതാകുന്ന സാമൂഹിക ഒരു അവസ്ഥ, സാമൂഹിക ക്രമീകരണം മനുഷ്യനെ വേലിക്കെട്ടിനുള്ളിലും ജാതി മത വർണ്ണ വർഗ വേലിക്കെട്ടുകൾക്കുള്ളിലാക്കിക്കൊണ്ട് പരസ്പരം ഒന്നുചേരാൻ കഴിയാത്ത അത്ര തരത്തിൽ വിഭാഗീയതയിലേക്ക് നമുക്ക് മാറിപ്പോയി. ഇവിടെ കുലത്തിനതീതമായി, ഗോത്രത്തിനതീതമായി, വർണ്ണത്തിനതീതമായി, വർഗത്തിനതീതമായി മനുഷ്യരാശിക്ക് വേണ്ടി നമ്മളുടെ ധർമ്മഗുരുക്കന്മാർ പറഞ്ഞപ്പോൾ, ആത്മതത്വത്തെ പറഞ്ഞപ്പോൾ, ശങ്കരാചാര്യ സ്വാമികൾ ബ്രാഹ്മണ്യത്തിന്റെ കാവലാളായി,
ശ്രീനാരായണ ഗുരുദേവൻ SNDP ഈഴവ സമൂഹത്തിന്റെ കാവലാളായി, നമ്മളുടെ ചട്ടമ്പി സ്വാമി തിരുവടികൾ നായർ സമൂഹത്തിന്റെ കാവലാളായി നമ്മൾ കൽപ്പിച്ച് അവരെ അങ്ങനെയാക്കി. പക്ഷേ ഇതെല്ലാം സമൂഹത്തിന്റെ നന്മയെ കണക്കാക്കി നമുക്ക് ആത്മതത്വത്തെ ഊതി നമ്മളുടെ ജീവിതത്തെ ആ അനുഭവാമൃതമാക്കി നമുക്ക് മുമ്പോട്ട് പോകുവാനുള്ളതായ ആ സൃഷ്ടി മഹത്വമാണ് നമുക്ക് ഗുരുദർശനങ്ങളിൽ കൂടി നമുക്ക് പകർന്നു തന്നതിനെ നമ്മൾ ഓരോരോ വിഭാഗീയതയുടെ ഗുരുക്കന്മാരാക്കി നിലനിർത്തിക്കൊണ്ട് ഒന്നിനോടും ആഭിമുഖ്യം പുലർത്താത്ത ഒരു ജനതയായിട്ട് നമ്മൾ എന്തിന്റെയൊക്കെയോ പിറകെ ജീവിതത്തിന്റെ പരക്കം പാച്ചിൽപ്പെട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് പന്തിരുകുലത്തിന്റെ പ്രസക്തി. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, പഞ്ചമ വിഭാഗങ്ങൾ, ഇത് ഭാരതത്തിൽ ഇങ്ങനെ കൽപ്പിക്കപ്പെട്ട വ്യവസ്ഥയ്ക്ക് അപ്പുറത്തും മനുഷ്യനുണ്ടായിരുന്നു. അവിടെ ആചാരമുണ്ടായിരുന്നു, അവിടെ സംസ്കാരമുണ്ടായിരുന്നു, സ്നേഹം നമുക്കുണ്ട്, സ്നേഹ സമ്പന്നതയിലേക്ക് നമുക്ക് ഉയരണ്ടേ, സാഹോദര്യം നമുക്കുണ്ട്, സാഹോദര്യ സമ്പന്നതയിലേക്ക് നമുക്ക് മാറണ്ടേ, നമുക്ക് സഹവർത്തിത്വമുണ്ട്, സഹവർത്തിത്വത്തിന്റെ സമ്പന്നതയിലേക്ക് നമുക്ക് മാറണ്ടേ. അങ്ങനെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ഒക്കെ ആകുന്ന വിശ്വവിശാലതയിലേക്ക് ഉയരുവാൻ നമ്മളെ ചങ്ങലക്കിട്ട് പുറകോട്ട് പിടിക്കുന്നതാകുന്ന നമ്മുടെ ആ മാനസികമാകുന്ന ആ മതിൽക്കെട്ടുകൾക്ക് അതീതമായിട്ട് നമുക്ക് വരുവാൻ, നമ്മൾ അന്യതാബോധം വിട്ട് എന്റേതെന്ന് ബ്രാഹ്മണന് തോന്നിക്കുന്ന, അന്യതാബോധം വിട്ട് എന്റേതെന്ന് ക്ഷത്രിയന് തോന്നിക്കുന്ന, അന്യതാബോധം വിട്ട് എന്റേതെന്ന് വൈശ്യന് തോന്നിക്കുന്ന, അന്യതാബോധം വിട്ട് എന്റേതെന്ന് ശൂദ്രന് തോന്നിക്കുന്ന, അന്യതാബോധം വിട്ട് എന്റേതെന്ന് ഭക്തന് തോന്നിക്കുന്ന ഒരു പൈതൃകമായിട്ട് ഈ സാക്ഷാൽ ഈശ്വരൻ തന്നെ പ്രത്യക്ഷീഭവിച്ചു നിൽക്കുന്നതാകുന്ന 12 കുലഗുരുക്കന്മാരുടെ മഹത്വമാണ് മേഴത്തോൾ അഗ്നിഹോത്രി രചകൻ ഉളിയന്നൂർ തച്ചൻ വള്ളൂർ വായിലാക്കുന്നിലപ്പൻ വഴുതനമരുവുന്നായ കാരക്കൽ മാതാ ചെമ്മീക്കയിൽ ഉപ്പുകുറ്റൻ പെരിയ തിരുവരംഗത്തിലും പാമനാര് നെല്ലിൽ നാരായണത്തു തമ്പുരാനുള്ള നഗൂർ ചാത്തനും പാക്കനാരും എന്ന് പറയുന്ന ഈ 12 കുലഗുരുക്കന്മാർ ഇവിടെ പൂജാതരായി. സാക്ഷാൽ മഹാദേവന്റെ കൈലാസത്തിലെ തോഴനും തൊഴിയുമായിരുന്നതാകുന്ന പുഷ്പദന്തനും ദേവിയും ശിവപാർവതി സംവാദം കേട്ടു എന്നുള്ളതാകുന്ന ആ ഒരു കാരണത്താൽ ഭഗവാന്റെ ശാപത്തിന് വിധേയരാകുകയും ഭൂമിയിൽ നിങ്ങൾ മനുഷ്യരായി പിറക്കട്ടെ എന്നുള്ള ശാപത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ പുഷ്പദന്തനും ദേവിയുമായിട്ട് ജന്മമെടുക്കാൻ പാത്രീഭവിച്ചു നിൽക്കുന്നവർ ശാപമോക്ഷത്തിന് വേണ്ടി സാക്ഷാൽ മഹാദേവന്റെ പാദത്തിൽ വീണപ്പോൾ നിങ്ങളുടെ ശാപമോക്ഷം, നിങ്ങൾ ഭൂമിയിൽ മനുഷ്യരായി പിറന്നുകൊണ്ട് പരമ്പരകളായിരിക്കുന്ന ആ തത്വം, ആ ബ്രഹ്മതത്വം, അത് നിങ്ങൾക്ക് ഈ മനുഷ്യരാശിയുടെ ഇടയിൽ ഉണ്ടാകുന്ന വിഭാഗീയതയ്ക്ക് പരിഹാരമായി 12 കുലഗുരുക്കന്മാരായി ജന്മമെടുക്കും. അവർക്ക് ജന്മം നൽകുന്നത് വഴി നിങ്ങൾ ഈ ശാപത്തിൽ നിന്ന് മുക്തമാകുമെന്ന് പറഞ്ഞതാകുന്ന കൽപ്പന അനുസരിച്ച് ഇവിടെ ഇങ്ങനെ ബ്രാഹ്മണ ശ്രേഷ്ഠനായിട്ട് വരുരുചി, പുഷ്പദന്തൻ വരുരുചിയായിട്ട് ഇവിടെ ജന്മമെടുത്തു. ജയ പഞ്ചമി എന്ന് പറയുന്ന പറയി പെണ്ണായിട്ട് ജനിച്ച് ബ്രാഹ്മണ കുലത്തിൽ വളർന്നു. ഇങ്ങനെ ഈ അമ്മമാർക്ക് ജനിച്ച ഈ 12 കുലഗുരുക്കന്മാരുടെ ഈ ധർമ്മം, പന്തിരുകുല ധർമ്മം, അത് മാനവരാശിക്ക് എഴുതുന്നതാകുന്ന ഇവിടെ ആദ്യം സാഗത ഈശ്വര പ്രാർത്ഥന നടത്തിയപ്പം ആ ജ്യോതിസിനെ കുറിച്ച് പറഞ്ഞു. ആ ജ്യോതിസ് ഇരുട്ടിനെ അകറ്റുന്നതിനെ കുറിച്ചാണ് നമ്മളോട് പറഞ്ഞത്. ഇവിടെ നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ടുന്നത്, നമ്മളെല്ലാം വലിയ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക, നമുക്ക് ജീവിക്കാൻ ഭയപ്പാടുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടെ ആളുകൾക്ക് ഇവിടെ നമ്മുടെ ഉദ്ഘാടകൻ ഞാൻ വന്നപ്പോൾ NSSന്റെ കരയോഗ മന്ദിരത്തിലെ സ്വീകരണം തന്നു, SNDPയുടെ കരയോഗത്തിന്റെ ഭാഗമായി സ്വീകരണം തന്നു, മറ്റൊരു ക്ഷേത്രത്തിൽ കയറി. ഇതൊക്കെ നമുക്ക് നൽകുന്ന സന്ദേശമെന്നാണ്. വലുതലമായ പന്തിരുകുലത്തിലെ അംഗമായിട്ട് വലുതലമായവരുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി സാറിനെ കണ്ടപ്പോൾ എന്റെ അടുക്ക പറഞ്ഞു, ഞങ്ങൾ ഈഴവരി പന്തിരുകുലത്തിൽ ഇല്ലെന്നോ സ്വാമി, പിന്നെ എങ്ങനെയാ ഞാൻ അവിടെ വരികയായിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങയുടെ നക്ഷത്രമാണ് ഇപ്പൊ തിരുവാതിരയാണോ കാർത്തിയാണോ, ഇത് രണ്ടിലേതോ ഒന്നാ പറഞ്ഞു. മുൻ മന്ത്രി MA കുട്ടപ്പൻ സാറും ഞാനും കൂടി കണിച്ചുള്ളങ്ങരെയുള്ള വീട്ടിലേക്ക് കണ്ടപ്പെടാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രത്തിലെ ഒരാൾ ഇവിടെ ജനിക്കുന്നതും മരിക്കുന്നതുള്ളൂ. ഈ 27 നക്ഷത്രത്തെ അശ്വതി തന്നെ കാർത്തികയുടെ 15 നാഴിക കൂടി ചേർത്ത് 2 നക്ഷത്രം മേടക്കൂട്.
അടുത്ത 2.25 നക്ഷത്രം ഇടവക്കൂട്. അങ്ങനെ 12 രാശിയിലേക്കായിട്ട് ഈ 27 നക്ഷത്രത്തെ നമ്മുടെ ആചാര്യന്മാർ വിഭജിച്ചു. അങ്ങനെ നമുക്ക് ദാനമായി തന്നു 12 ആദിത്യന്മാരാണ് സൂര്യൻ. അപ്പോൾ 27 നക്ഷത്രത്തിൽ പിറന്ന ആരുണ്ടോ ആ 12 രാശിക്കും ഗുരുക്കന്മാരായി പഞ്ചമി അമ്മയുടെ ഉദരത്തിൽ മനുഷ്യാവതാരമെടുത്ത ധർമ്മ ഗുരുക്കന്മാർ ആ പരമ്പൊരുളായിരിക്കുന്ന തത്വമാണ്. നമ്മുടെ തൈത്തിരുപനിഷത്ത് പറയുന്നു, യതോ വൈമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി തത്രയന്തി സംവിശന്തി തദ്ജിജ്ഞാസസ തത്ബ്രഹ്മേതി. ബ്രഹ്മതത്വത്തെ അറിയാൻ അന്വേഷിച്ച് എന്നവരോട് പറഞ്ഞതാ. യാതൊന്നിലാണോ നമ്മളെല്ലാം ഇവിടെ നമ്മൾ ജനിച്ചത്? യാതൊന്നിലാണോ നമ്മളെല്ലാം ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത്, ഈ പ്രകൃതി നിലനിന്നുകൊണ്ടിരിക്കുന്നത്? നാളെ യാതൊന്നിലേക്കാണോ നമ്മളെല്ലാം എത്തിച്ചേരേണ്ടുന്നത്? അതിനെ വിശേഷേണ അറിയാൻ നീ ശ്രമിക്കൂ. അതാകുന്നു ബ്രഹ്മം. ബ്രഹ്മലക്ഷണമേ പറഞ്ഞുള്ളൂ. ബ്രഹ്മം എന്താണെന്ന് കണ്ടെത്തേണ്ട ജോലി നമുക്ക് ഓരോരുത്തർക്കും. ആ ബ്രഹ്മത്തെ അനുഭവിക്കുന്നവര്, ആ ബ്രഹ്മത്തെ കണ്ടെത്തിയവര്, ആ ബ്രഹ്മത്വമായിട്ട് തഥാമ്യം പുലർത്തുന്നവരാണ് ബ്രഹ്മത്വം നേടിയവർ ബ്രാഹ്മണരായി മാറുന്നത്. അതുകൊണ്ടാണ് കൊട്ടാരക്കരയിലെ തിരുമേനി പോലും, കൊട്ടാരക്കരയുടെ ചരിത്രം എന്ന് പറയുന്നത് അതിന് തൊട്ട് പടിഞ്ഞാറവസ്ഥ മഹാദേവ ക്ഷേത്രത്തിന്റെ പണി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ പെരുന്തച്ഛന് ഒരു കൈകൊണ്ട് ഉളികൊണ്ട് പലതാണ് ഒരു ഗണപതിയുടെ വിഗ്രഹം പോലെ. അത് പ്രതിഷ്ഠിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ സാധ്യമായില്ല. തൊട്ടപ്പുറത്ത് പറഞ്ഞ മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഇത് പ്രതിഷ്ഠിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു പ്രതിഷ്ഠിക്കുക, ഇതിവിടെ പ്രതിഷ്ഠിച്ചോളാം. അപ്പോഴാണ് തെക്ക് ശ്രീകോവിലിന്റെ വീതിവൃത്തത്തിന് പുറത്ത് തെക്കോട്ട് ദർശനമായിട്ട് ഗണപതിയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇനി ഇത് ഗണപതിയുടെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രം എന്ന് പെരുന്തച്ഛനാൽ കൽപ്പിക്കപ്പെട്ടതാണ് കൊട്ടാരക്കര ഗണപതി അമ്പലം. കൊട്ടാരക്കര ഗണപതി അമ്പലം എന്ന് നമ്മൾ പറയുന്നു. സത്യത്തിൽ കൊട്ടാരക്കര മഹാദേവ ക്ഷേത്രം. അത് ഗണപതിയുടെ പേരിൽ അറിയപ്പെടാൻ കൽപ്പന കൊടുത്തത് ഉളിയന്നൂർ പെരുന്തച്ഛനാണ്. ഈ നാട് ഇതൊരു തീർത്ഥസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. തീർത്ഥസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കുംഭമേള നടന്നു, തീർത്ഥസ്നാനത്തിനാണ് അവിടെ പോകുന്നത്. തീർത്ഥം എന്ന് പറയുന്നത്, തീർത്ഥസ്ഥാനം എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം നമ്മളെ പവിത്രീകരിക്കുകയാണ്, നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. അങ്ങനെ ഒരു ശുദ്ധീകരണത്തിലേക്ക് നമ്മൾ എവിടെ എത്തുന്നോ അത് തീർത്ഥസ്ഥാനമാണ്. അങ്ങനെ പെരുന്തച്ഛന്റെ പേരിൽ ഈ ഉളിയന്നൂരിൽ ഒരു തീർത്ഥസ്ഥാനം നമുക്ക് ഉണ്ടായിരിക്കുകയാണ്. ഇവിടെ പവിത്രീകരിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. നമ്മൾ വഴിപാടിന് വേണ്ടി ക്ഷേത്രത്തിൽ ചെല്ലുന്നു, നമ്മൾ നമ്മുടെ കാര്യസാധ്യതയ്ക്ക് വേണ്ടി ക്ഷേത്രത്തിൽ ചെല്ലുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ വിട്ടുപോകുന്നു. സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായി നമ്മുടെ സംസ്കാരത്തെ നിലനിർത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനുള്ളതാകുന്ന നമ്മുടെ ജന്മത്തിലുള്ളതാകുന്ന നമ്മുടെ പ്രതിബദ്ധത. എന്തുകൊണ്ട് നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും ശരീരത്തിന്റെ ഭാഗമായിട്ടല്ലേ നമ്മുടെ ശരീരം. അത് ഭഗവത്ഗീത ഉദ്ഘോഷിക്കുന്നത് പോലെ അത് ഈ പൂർണ്ണമല്ലേ നമ്മുടെ ശരീരം. ആ ശരീരത്തിന് ഇവിടെ നിലനിൽക്കുമ്പോൾ ജീവിതത്തിൽ ഈ ശരീരത്തെ നിലനിർത്തി ഞാനും നിങ്ങളും മുമ്പോട്ട് ജീവിതത്തിന്റെ പ്രയാണത്തിൽ പോകുമ്പോൾ ജീവബോധത്തിലാണ് നമ്മൾ പോകുന്നത്. ജീവിക്കാനുള്ള പരക്കം പാച്ചിലാണ് നമുക്ക്. കെട്ടിപ്പിടിക്കണം, കെട്ടിപ്പടുക്കണം എന്നുള്ളതാകുന്ന അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആധുനികതയുമായി ഒത്തു ജീവിക്കുവാൻ നമ്മളെല്ലാവരും കടക്കാരാണ്. നമ്മളെല്ലാവരും സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. ആ പ്രതിസന്ധിയിൽ നിന്ന് പരിഹാരം കാണാനുള്ള ഉപായങ്ങൾ തേടി നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതിന്റെ പരിണിത ഫലം അത് പിടിച്ചു നിൽക്കാൻ മനസ്സിന് ശക്തി ഇല്ലാത്തവരുടെ വിക്രിയതകളാണ് കൊലപാതക പരമ്പരകളായിട്ട് നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആത്മഹത്യ ചെയ്യുന്നു, അതുപോലെ മറ്റ് ഓരോരോ നീതിക്ക് നിരക്കാത്ത പ്രവൃത്തിയിലേക്ക് സമൂഹം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് നാളത്തെ തലമുറയെ രക്ഷിക്കാനുള്ള നമ്മളുടെ കയ്യിലിരിക്കുന്ന നമ്മളുടെ സമ്പത്ത് എന്താണ്? അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. ആത്മീയതയാണ്, ഈശ്വരീയതയാണ്. ആ സമ്പത്തിനെ കൈവിട്ടുകൊണ്ടാണ് നമ്മൾ മറ്റു സമ്പത്തുകളെ ചേർത്ത് നിർത്താൻ നമ്മൾ വീട് വെച്ചു. വീട് വെക്കാനുള്ള ബുദ്ധിമുട്ടായിരുന്നു. ലോൺ അനുവദിച്ച് കിട്ടാൻ നമ്മൾ കിടന്നിട്ട് ഡാപ്പാട് വിട്ടു. ലോൺ അനുവദിച്ചു, ഒതുക്കിട്ട് വീട് വെച്ചു. അപ്പൊ അതിന്റെ ബാക്കി കാര്യങ്ങൾ, സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു ത്വരയായി. അതങ്ങോട്ട് ക്രമപ്പെടുത്തി വർദ്ധിപ്പിച്ചു വന്നപ്പോഴത്തേക്കിന് അതിന്റെ പൂർണ്ണതയിൽ എത്തുമ്പോൾ നമ്മൾ കടഭാരത്തിൽ പെട്ടു. ആ രീതിയിൽ നമ്മൾ പോകുമ്പോൾ നമ്മളെ ഒന്ന് പിടിച്ചു നിർത്താൻ നമ്മുടെ മനസ്സിന്റെ കൺട്രോള് ഹിമാലയം പോലെയുള്ള പ്രതിസന്ധി വന്നാലും അത് പരിഹരിക്കേണ്ടത് നമ്മളാണ്. ആ പരിഹരിക്കാനുള്ള ഒരു ഊർജം നമ്മൾ ശേഖരിക്കാൻ മറന്നുപോയതാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും കാരണം ഭക്തി, ജ്ഞാനം, വൈരാഗ്യം.
നമ്മുടെ ആദരണീയനായ പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്താ ഭഗവത്ഗീത മുമ്പോട്ട് പറയുന്നത്? എന്താ വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നത്? എന്താ വേദാന്തങ്ങളായ ഉപനിഷത്തുക്കൾ ഉദ്ഘോഷിക്കുന്നത്? എന്താണ് ബ്രഹ്മസൂത്രം പറയുന്നത്? എന്താണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്? എന്താണ് നമ്മുടെ ധർമ്മഗ്രന്ഥങ്ങൾ ഇങ്ങനെ നമ്മളോട് പറഞ്ഞു തരുന്നത്? ഇവിടെ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും. ഇവിടെ ഇന്ന് അന്നദാനമുണ്ട്. രാവിലെ കാപ്പി ഉണ്ടെന്ന് പ്രതിവാണ് നമ്മളല്ലോ. അപ്പൊ അന്നദാനം ഇവിടെ ഉണ്ട്. അതാണ് ശ്രേഷ്ഠമായ ദാനമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മളെല്ലാം നോട്ടീസുകളിലെല്ലാം ഇന്ന് അന്നദാനമുണ്ട്. യഥാർത്ഥത്തിൽ ശ്രേഷ്ഠമായ ദാനം എന്താണ്? 3 തരം ദാനങ്ങളാണ് മഹാഭാരതം പറയുന്നത്. ഒന്ന് അന്നദാനം, 2 ആശ്രയദാനം, മൂന്നാമത് ജ്ഞാനദാനം. ഈ അന്നദാനം എത്ര മണിക്കൂറത്തേക്ക് നിൽക്കും? നമ്മുടെ വിശപ്പിനെ എത്ര മണിക്കൂർ പിടിച്ച് നമുക്ക് നിർത്താൻ പറ്റും? 3 മണിക്കൂർ 4 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ആഹാരം വേണമെന്നുള്ള ധരയായി. ആശ്രയ ദാനം എന്ന് പറയുന്നത് വീട് വെച്ചു കൊടുക്കാം, നിരാലംബരായ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാം. അത് ജീവിതത്തിന്റെ ഒരു നെടുനീളമായ ഒരു ദാനമാണ് ആശ്രയദാനം. അതിനും അപ്പുറത്തുള്ളതാണ് ജ്ഞാനദാനം. ആ ജ്ഞാനത്തിലേക്ക് എത്തി ഭക്തി, വൈരാഗ്യം, ആ ജ്ഞാന സമ്പൂർണത അതെന്താണെന്ന് ചോദിച്ചാൽ ഉള്ളതും ഇല്ലാത്തതും, നിലനിൽക്കുന്നതും നശ്വരമായതും അനശ്വരമായതും തിരിച്ചറിയുന്നതാണ് ജ്ഞാനം. ആ നശ്വരമായതിനെ അതായത് ആ അനശ്വരമായ നിലനിൽക്കുന്നതിനപ്പുറത്ത് നശ്വരമായതിനെ നമുക്ക് അതിനു വേണ്ടിയുള്ളതാകുന്ന ആ വാശി ഉപേക്ഷിക്കുന്നതാണ് വൈരാഗ്യം. ആ വൈരാഗ്യം അതായത് വിരക്തി എന്നൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആ വൈരാഗ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ഈ ശാശ്വതമായതിനെ നിലനിർത്താൻ ശ്രദ്ധയോടെ മുമ്പോട്ട് പോകുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ശാശ്വതമായത് എന്താണ്? അങ്ങേയുള്ള പോൽ കാണുവാൻ എന്നുള്ളം ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കേണേ ആശ്വാസത്തിനായി തീടിയാലഞ്ഞിതം ആശ്രയിച്ചിടും നീ ആശ്വസിപ്പിക്കേണേ. ഭൂമിയിൽ എന്തെല്ലാം സമ്പാദിച്ചെന്നാലും ഉള്ളത്തിൽ പൂർണ്ണ സുഖം കാണുന്നില്ലാരും. ആ ഉള്ളത്തിലെ പൂർണ്ണ സുഖം എന്ന് പറയുന്നത് ഉള്ളതിനെ അറിയുക എന്നുള്ളതാണ്, ആത്മാവിനെ അറിയുക എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ജീവബോധത്തിൽ നിന്നും ജീവിതബോധത്തിൽ നിന്നും ജീവബോധത്തിലേക്ക് എത്തുന്ന ഒരു പരിവർത്തനമാണ് ശ്രീനാരായണ ഗുരുദേവൻ ഉള്ളം കയ്യിൽ നമ്മുടെ കയ്യിൽ എടുത്തു തന്നത്. ചട്ടമ്പിസ്വാമി തിരുവടികൾ അദ്ദേഹത്തിന്റെ ഉള്ളം കയ്യിൽ നമുക്ക് എടുത്തു തന്നത്. നമ്മുടെ ധർമ്മഗുരുക്കന്മാർ ആചാര്യന്മാർ പറഞ്ഞത് നന്മ ഇവിടെ ഉണ്ടാകണം. ഇവിടെ കലഹമുണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നാശമുണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ സ്വസ്ഥത നഷ്ടപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് സ്വസ്ഥത വേണം, സമാധാനം വേണം, ശാന്തി വേണം. അതിന് നമ്മൾ നേടേണ്ടുന്നത് അറിവാണ്. ആ അറിവ് മറ്റൊന്നുമല്ല, ഏറ്റവും വലിയ ദൂരത്തിൽ നമുക്ക് എങ്ങനെ എത്താമെന്നുള്ള അറിവാണ്. ഏറ്റവും വലിയ ദൂരം എന്താ? നമ്മളിൽ നിന്നും നമ്മളിലേക്കുള്ള ദൂരമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദൂരം. അത് കണ്ടെത്തിയതാണ് ആദിശങ്കരൻ, അത് കണ്ടെത്തിയതാണ് ശ്രീനാരായണ ഗുരുദേവൻ, അത് കണ്ടെത്തിയതാണ് സ്വാമി വിവേകാനന്ദൻ, അത് കണ്ടെത്തിയതാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ. നമ്മളിൽ നിന്ന് നമ്മൾ ആരാണെന്ന് കണ്ടെത്തുന്നതിന് നമ്മൾ പരാജയപ്പെട്ടുകൊണ്ട് നമ്മളെ അറിയാതെ നമ്മൾ പുറത്തൊരു ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്നതായി ഇന്നത്തെ കാലത്തിൽ നമ്മൾ ഭൗതികമായി നേടുന്നതൊക്കെ നമ്മുടെ നാശത്തിലേക്ക് കൊണ്ട് എത്തിക്കുമ്പോൾ ആ ഭൗതികതയെ വേണം, അഭ്യുദയ നിശ്രേയസ് എന്നാണ് വേദം പറയുന്നത്. നമുക്കിവിടെ ജീവിക്കാൻ പണം വേണം, ഭവനം വേണം, വസ്ത്രം വേണം, നമുക്ക് മറ്റുള്ള എല്ലാ സാഹചര്യങ്ങളും വേണം. അതൊക്കെ എങ്ങനെ നിലനിർത്തി പോകാം? മദ്യത്തിന് അടിമയാകാതെ, ലഹരിക്ക് അടിമയാകാതെ, ജീവിതത്തിൽ എല്ലാവരാലും ഭരിക്കപ്പെടുന്നവരായി തീരാതെ നല്ലൊരു സംസ്കാര സമ്പന്നനായിട്ട് നമുക്ക് ഒരു വ്യക്തിയെയും വാർത്തെടുക്കുന്ന, ഒരു കുടുംബത്തെയും സംസ്കരിച്ചെടുക്കുന്ന നമ്മുടെ പൈതൃകത്വത്തെയും സംസ്കാരത്തെയും നിലനിർത്തി മുമ്പോട്ട് പോകുവാൻ ഇനിയും നമ്മൾ അമാന്തിച്ചാൽ എവിടെയായിരിക്കും നമ്മളുടെ പതനം? പാശ്ചാത്യ സംസ്കാരം അത് നല്ലതാണ്, പക്ഷേ
നിലനിൽപ്പിന്റെ സംസ്കാരമാണ് നമ്മുടെ ധർമ്മഗുരുക്കന്മാർ. കലിയുഗത്തിൽ ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വിപത്തുക്കളെ കുറിച്ചും നമ്മുടെ ധർമ്മഗ്രന്ഥങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതിന്റെ ഉദാഹരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, സമയം ദീർഘമായി പോകും എന്നുള്ളതുകൊണ്ട്. ആകയാൽ സ്നേഹസമ്പന്നമായ ഒരു സമൂഹത്തെ, സാമൂഹിക സമ്പന്നമായ ഒരു സമൂഹത്തെ, സഹവർത്തിത്വ സമ്പന്നമായ ഒരു സമൂഹത്തെ ഇവിടെ ചേർത്തു കൊടുത്തു നിർത്തുന്നത് ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ അതിന്റെ ജീവിതത്തിൽ പ്രതിഫലിപ്പിച്ച ധർമ്മഗുരുക്കന്മാരാണ് ഈ 12 ഗുരുക്കന്മാർ. നാരായണ തമ്പുരാൻ കാട്ടിയതെന്താ? ഒരു കല്ലുരുട്ടി മലയിൽ കയറ്റി താഴോട്ടിട്ടു. അതുപോലെ എന്തും കൊടുക്കാമെന്ന് പറഞ്ഞതാകുന്ന തന്റെ മുൻപിൽ വന്ന ചുടലഭദ്രകാളിയോട് എന്റെ ആയുസ് ഒരു ദിവസത്തേക്ക് നീട്ടിത്തരാമോ എന്ന് ചോദിച്ചു. എന്താണ് അതിന്റെ തത്വം? നിങ്ങളെപ്പോൾ ഈശ്വരന്റെ ഹിതത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല എന്നുള്ള തത്വത്തെ ബോധിപ്പിച്ചുകൊണ്ട് അവസാനം ഇടതുകാരന്റെ വലതുകാരനിലേക്ക് മാറ്റി. ഒന്നിനോടും പ്രതിബദ്ധതയില്ലാതെ വൈരാഗ്യത്തിന്റെ വേദം പറയുന്ന വൈരാഗ്യത്തിന്റെ പൂർണ്ണ സ്വരൂപമല്ലേ നാരായണത്ത് തമ്പുരാൻ തന്റെ സ്വജീവിതം കൊണ്ട് ലോകത്തിന് കാട്ടിക്കൊടുത്ത സന്ദേശം എന്താണ്? ധർമ്മത്തിന്റെ സന്ദേശം എന്താണ്? സ്നേഹത്തിന്റെ സന്ദേശം എന്താണ്? സഹവർത്തിത്വത്തിന്റെ സന്ദേശം എന്താണ്? വാക്കന പണം അത് ആളെ കൊല്ലിയാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു വാക്കന. ഇന്ന് പണവും പെണ്ണും എത്ര പദവിയും നമ്മളെ ഭ്രാന്ത് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നമ്മളെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അവിടേക്കാണ് പാക്കനാരുടെ സന്ദേശം വരുന്നത്. പണം ആളെ കൊല്ലിയ, പണം ഇതൊക്കെ എന്താ ശ്രീനാരായണ മാതൃത കസ്യ സിദ്ധനം എന്ന് ഈശാവാസ്യ ഉപനിഷത്തിനെ വിശദീകരിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നുണ്ടായി. ഇതെല്ലാം നമുക്ക് വേണ്ടി വായു ഇവിടെ ഭഗവാൻ നിലനിർത്തി തന്നു, നമുക്ക് വേണ്ടി ഇവിടെ വെള്ളം ഭഗവാൻ, ഇതെല്ലാം സൃഷ്ടാവിന്റെ ഭാഗമായിട്ട് നമുക്കാർക്കും പണം കൊടുക്കാതെ കിട്ടിക്കൊണ്ടിരിക്കുക. പിന്നെ വെള്ളം വലിയുള്ളിടത്ത് പഞ്ചായത്തൊക്കെ ഇപ്പൊ കൊണ്ടു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ പ്രകൃതിയിൽ ഇതെല്ലാം നമുക്ക് ഒരുക്കി വെച്ച ഒരു ഈശ്വരനുണ്ട്. അതാണ് സനാതന ധർമ്മം. ആ ധർമ്മം എന്ന് പറയുന്നത് നമുക്കുള്ളതെല്ലാം ഇവിടെ ഉണ്ട്. നമ്മൾ അത് ഉപയോഗിക്കുന്നതിന്റെ, ചൂഷണം ചെയ്യുന്നതിന്റെ പരിണിത ഫലമാണ് നമുക്കിപ്പോ ധർമ്മവേദ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ ധർമ്മത്തെ വ്യാഖ്യാനിച്ച് വികലപ്പെടുത്തിക്കൊണ്ട് പരസ്പരം നമുക്ക് മല്ലടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. അതുകൊണ്ട് ഇവിടെ ഈ ശങ്കരാചാര്യൻ പറഞ്ഞ, സ്വാമികൾ പറഞ്ഞ അദ്വൈതത്തെ, ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞ ധർമ്മ സന്ദേശത്തെ, വേദാധികാരം എല്ലാവർക്കും എന്ന് പറഞ്ഞ ചട്ടമ്പി സ്വാമി തിരുവടികളെ, അങ്ങനെ നിരവധിയാകുന്ന നമ്മുടെ ധർമ്മ ഗുരുക്കന്മാർ പറഞ്ഞ തത്വങ്ങളെയൊക്കെ ചേർത്തു കോർത്തു നിർത്തുന്ന, എല്ലാവരെയും ചേർത്തു കോർത്തു നിർത്തുന്ന ധർമ്മ സമന്വയമാണ്, ധർമ്മ സമ്പൂർണതയാണ് പറയുവറ്റ പന്തിരുടെ മുമ്പോട്ട് വെക്കുന്ന ദർശനം. ഇവിടെ യഥാർത്ഥ ബ്രാഹ്മണ്യത്തെ അംഗീകരിച്ചുകൊണ്ട്, യഥാർത്ഥ വൈശ്യത്വത്തെ അംഗീകരിച്ചുകൊണ്ട്, യഥാർത്ഥ ശുദ്രത്വത്തെ അംഗീകരിച്ചുകൊണ്ട്, ആരും ആരെക്കാളും മുകളിലല്ല, ആരും ആരെക്കാളും താഴെയുമല്ല. അതാണ് കുലമേതായാലും സഹോദരരാണ് നമ്മൾ എന്ന് പന്തിലൂടെ മുമ്പോട്ട് വെക്കുന്ന അർത്ഥവാക്യം. നല്ലവരാകാനും നന്മകൾ ചെയ്യുവാനുമില്ല ജാതി മത കാല ദേശ ഭേദം എന്ന് പന്തിലൂടെ മുമ്പോട്ട് വെക്കുന്ന അർത്ഥവാക്യം. അതുപോലെ ഏറ്റവും ഇന്ന് നമ്മൾ എല്ലാ ഫ്ലാറ്റുകളിലും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, ഈ സമത്വം ഇവിടെ നടമാടുക ഒരേ ഒരു മാർഗമേ ഉള്ളൂ, സാഹോദര്യത്തിലൂടെ സമത്വം, ആരാധനയിലൂടെ ആത്മസാക്ഷാത്കാരം. ആ സാഹോദര്യം നഷ്ടപ്പെട്ടു. സ്വന്തം സഹോദരനെ അതിക്രൂരമായിട്ട് തലക്കടിച്ചു കൊല്ലുന്ന ആ അവസ്ഥയുണ്ടായി. അപ്പൊ ഒരു അമ്മയുടെ വയറ്റിൽ പറന്നു എന്ന് പറഞ്ഞുകൊണ്ട് സാഹോദര്യത്തിന്റെ മൂല്യം ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ സ്വന്തം സഹോദരനെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് ഈ സാഹോദര്യ ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകണം. ആ ഉള്ളിലുണ്ടാകുന്നത് നമ്മളുടെ സംസ്കാരത്തിലേക്ക്, നമ്മളുടെ ഈ ജഗദീശ്വരൻ നമുക്ക് തന്ന ഈ സനാതന ധർമ്മ വ്യവസ്ഥയിൽ ജീവിക്കാൻ ക്രമപ്പെടുത്തി തന്ന വ്യവസ്ഥയെ അതിനെ നശിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്തിന്റെയൊക്കെയോ പുറകെ പോയി നമ്മളിപ്പം ഭ്രാന്തമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടു. വലിയ ഉള്ളു മഹാഭാരതം പറഞ്ഞതുപോലെ ധർമ്മത്തെ നിലനിർത്തുവാൻ കലിയുഗത്തിന്റെ അടയാളമായിട്ട് 4 കാര്യങ്ങളാ പറഞ്ഞേ. ഒരു കുടത്തിലെ വെള്ളം 4 കുടം നിറച്ചു. ഈ 4 കുടത്തിലെ വെള്ളം കൂടെ കൂടി ഒരു കുടം നിറച്ചില്ല. ഇത് കലിയുഗത്തിൽ ഇതിന്റെ അടയാളം എന്ത് എന്ന് നമ്മളുടെ യമധർമ്മ രാജാവ് യുധിഷ്ഠിരനോട് ചോദിച്ചതാണ്. രണ്ടാമത്തെ അടയാളം എന്ന് പറയുന്നത് സൂചിപ്പടയിൽ കൂടി ഒരു ആന കടന്നുപോയി വാലു കുടുങ്ങി എന്നാണ് പറഞ്ഞത്. മൂന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് വേലി തന്നെ വിളവ് തിന്നുന്നു എന്നാണ്.
നാലാമത്തെ അടയാളം എന്ന് പറയുന്നത് ഒരു പർവ്വതത്തിൽ ഒരു തലനാരിഴ കൊണ്ട്, തലമുടിയുടെ നാരിഴ കൊണ്ട് കെട്ടി വലിച്ചുകൊണ്ട് അനായാസം പോകുന്നു. ഇതിന് നമ്മുടെ വിദുഷകൻ പറഞ്ഞ മറുപടി, ഒരു കുടത്തിലെ വെള്ളം 4 കുടം നിറച്ചു. ഈ 4 കുടത്തിലെ വെള്ളവും കൂടി ഒരു കുടം നിറച്ചില്ല. അതായത് ഒരമ്മ പ്രസവിച്ച 4 മക്കളെ ഒരേ വീട്ടിൽ നോവ് അനുഭവിച്ച് ഒരുപോലെ പാല് കൊടുത്ത് ഒരുപോലെ സംരക്ഷിച്ച് അവരുടെ മലവും മൂത്രവും ഒക്കെ എടുത്ത് അവരെ വളർത്തി പ്രാപ്തിയാക്കുവാൻ ഈ അമ്മയ്ക്ക് ഒരു വ്യത്യാസവും ഉണ്ടായില്ല. അവർ സഹിച്ചു. നമ്മുടെ തപസ്സിന്റെ, ത്യാഗത്തിന്റെ, സനാതന ധർമ്മത്തിന്റെ വ്യവസ്ഥയും അവരെ വളർത്തി. ഈ 4 പേരും മെച്ചറായപ്പോൾ ഈ 4 പേർക്കും കൂടി ഈ ഒരമ്മയെ അച്ഛനെയും നോക്കാൻ പറ്റുന്ന അവസ്ഥ കലിയുഗത്തിൽ ഉണ്ടാകുന്നില്ല. 2, ഒരു സൂചിക്കൊലയിൽ കൂടി ആന പോയി പാല് കുടുങ്ങി എന്ന് പറഞ്ഞു. 1000 കോടി, 2000 കോടി, 10000 കോടി, ലക്ഷം കോടിയൊക്കെ കട്ടുമുടിക്കുന്നവർ ഫ്ലൈറ്റിന് അന്യദേശത്ത് പോയി താമസിക്കുന്നു. അവർക്കുള്ള നിയമം അവരെ ഒന്നും ചെയ്യുന്നില്ല. ഒരു നേരത്തെ ഒരു ചാൻ വയറിന്റെ വിശപ്പിന് വേണ്ടി അട്ടപ്പാടിയിലെ വന്നു ഒരു ഭക്ഷണം മോഷ്ടിച്ചു എന്നുള്ള ആ ഒരു കുറ്റകൃത്യത്തിന് നടപ്പാക്കിയ ശിക്ഷ എന്താ? നമ്മുടെ സമൂഹം, നമ്മൾ ഉൾപ്പെടുന്ന നമ്മുടെ സമൂഹം നടപ്പാക്കിയ ശിക്ഷ എന്താണ്? കറണ്ട് ചാർജ് 1 ദിവസം അടച്ചില്ലെങ്കിൽ നമ്മളുടെ വീട്ടിലേക്ക് വരുന്നത് എന്താണ്? ആ തരത്തിൽ ഇവിടെ വലിയ കള്ളന്മാര് രക്ഷപ്പെടും, കുട്ടി കള്ളന്മാര് കിട്ടുന്നു. ഇത് കലിയുഗത്തിന്റെ ലക്ഷണമാണ്. 3ാമത് പറഞ്ഞത് വേലി തന്നെ വിളവ് തിന്നു. വേലി തന്നെ വിളവ് തിന്നു. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായിട്ട് ഒരു ജീവനെ സംരക്ഷിക്കുവാനുള്ള അനുഗ്രഹം ഭഗവാൻ കൊടുത്തത് പെണ്ണുങ്ങൾക്കാണ്, അമ്മമാർക്കാണ്. അതവരുടെ ഗർഭപാത്രമാണ്. അവിടെ ഒരു സുരക്ഷിതമാണ് ഒരു ജീവൻ. അവിടെ അതിന്റെ എന്ത് വേദനകളും അനുഭവിച്ചുകൊണ്ട് ആ അമ്മമാർ ആ കുഞ്ഞിനെ വയറ്റിൽ കയറി 10 മാസവും നടക്കും, 9 മാസവും 9 ദിനായി അങ്ങനെയുള്ളതാകുന്ന ആ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ, അങ്ങനെ ദൈവമേൽപ്പിച്ച കാവൽക്കാരായ അമ്മമാർ അവിടെ വെച്ച് തന്നെ ഭ്രൂണഹത്യ നടത്തുന്നതാകുന്ന അവസ്ഥയിലേക്ക് കലികാലം മാറിപ്പോകുന്ന ഒരു രീതിയെ പറ്റിയാണ് 3ാമത്തെ അടയാളം. 4ാമത്തത് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് 4ാമത്തത് പറഞ്ഞത് ഒരു തലമുടി നാരികയിൽ ഒരു പർവ്വതത്തെ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്നു. എന്താണ്? ഇത്രയും കലാപകലുഷിതമായ സാഹചര്യമാണ്, ഇത്രയും മനുഷ്യത്വ രാഹിത്യമായ കലികാലമാണെങ്കിൽ അല്പം ഈശ്വര വിശ്വാസം, ഗുരുശിക്ഷ ബന്ധം, ആ ഈശ്വരനെ അറിയാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടായ ഹിമാലയം പോലെയുള്ള പ്രതിസന്ധികളും അത് അനായാസം തരണം ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള കരുത്ത് വഴി നിന്നിലുണ്ടാകും. ഇവിടെ ആ ഗുരുത്വമാണ് നമുക്ക് പെരുന്തച്ചൻ ക്ഷേത്രമായിട്ട്, ഭുവനേശ്വരി ക്ഷേത്രമായിട്ട്, നമ്മുടെ ധർമ്മഗുരുക്കന്മാരായിട്ട്, ആചാര്യന്മാരായിട്ട് നമുക്ക് കിട്ടി. ആകയാൽ സമൂഹത്തിൽ ഈ ധർമ്മഗുരു സന്ദേശം, അതായത് ധർമ്മഗുരുക്കന്മാർ നൽകിയ സന്ദേശം ജീവിത അനുഭവത്തിന്റെ പൈതൃകത്വത്തിലൂടെ ഓരോ കുടുംബത്തിലേക്കും അത് സാംശീകരിച്ച് വളർത്തിയെടുക്കാനുള്ള സംസ്കാരത്തിലേക്കാണ് ആധുനിക ജനതയെ നമുക്ക് നയിക്കേണ്ടത്. അവര് IAS-കാരാകട്ടെ, IPS-കാരാകട്ടെ, അവർ എഞ്ചിനീയർമാരാകട്ടെ, ഡോക്ടർമാരാകട്ടെ, പൊതുസമൂഹത്തിൽ പന്തുകളിക്കാരാകട്ടെ, ഏതുമാകട്ടെ, അങ്ങനെയുള്ളവരെ ക്രിമിനലായ ഒരു ഡോക്ടർ അല്ലാതിരിക്കാൻ, ക്രിമിനലായ ഒരു IAS-കാരനാകാതിരിക്കാൻ, ക്രിമിനലായ ഒരു IPS-കാരനാകാതിരിക്കാനുള്ള ധർമ്മ സന്ദേശം അതുകൊണ്ട് അത് കൊച്ചിലെ തൊട്ട് നമ്മുടെ വീട്ടിൽ കൊടുക്കണം. നമ്മുടെ ധർമ്മഗ്രന്ഥങ്ങളുടെ ആപ്തവാക്യങ്ങളെ നമുക്ക് മനസ്സിലാക്കണം. ആ ഒരു തത്വത്തിൽ അധിഷ്ഠിതമായ ഒരു നാളത്തെ തലമുറയെ വാർത്തെടുക്കുവാനുള്ളതാകുന്ന നമ്മുടെ ജീവിത പ്രതിബദ്ധതയെ നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ എന്ത് ജീവിതത്തിൽ നേടിയാലും നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തി വികൃതമാക്കിയാൽ നമ്മളുടെ ജീവിതത്തിന് എന്തർത്ഥം? ആകയാൽ ഈ തരത്തിലുള്ളതായ ഒരു വലിയ സന്ദേശം ആണ് പന്തിരുവിലെ ഗുരുത്വത്തിലൂടെ ലോകത്തിന് നൽകേണ്ടുന്നത്. അതിനിവിടെ ഹൈന്ദവ സമൂഹം എല്ലാവരും ഒന്നായി ഒറ്റക്കെട്ടായി നിന്നേ മതിയാകും. കാരണം നമ്മളായി നിലനിന്നെങ്കിൽ ലോകമായി നിലനിൽക്കും. നമ്മളായി നിലനിന്നെങ്കിൽ ലോകമായി നിലനിൽക്കും. അത്ര മഹത്തായ ആ ധർമ്മ സന്ദേശം ലോകത്തിന് ഭാരതം നൽകുന്ന സന്ദേശമാണ്. ഭാരതത്തിൽ ആ സത്യം നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടെത്തിയതാണ്, നമ്മുടെ ധർമ്മഗുരുക്കന്മാർ കണ്ടെത്തിയതാണ്. ആകയാൽ ഈ തരത്തിൽ മുമ്പോട്ട് പോകുന്ന ഈ ഒരു അവസ്ഥയിൽ 2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇവിടെ ശൃംഗേരി മഠത്തിൽ നിന്നും
ദീക്ഷ സ്വീകരിച്ചെത്തി എന്നുള്ള ധ്വനിയിൽ തോന്നിക്കുന്ന തരത്തിൽ പത്രത്തിലും മറ്റു മാധ്യമങ്ങളിലും ഒക്കെ വാർത്ത വന്നു. അങ്ങനെയല്ല സംഭവം. ശൃംഗേരി മഠത്തിൽ ശിക്ഷണത്തിനുള്ള അവസരം ലഭിച്ചു. കഴിഞ്ഞ 12 വർഷം 13 വർഷമായിട്ട്, അതായത് ഞാൻ വർക്കലത്തുനിന്ന് പ്രകാശാനന്ദ സ്വാമികളെ കണ്ടപ്പോൾ ഇവിടെ നമ്മുടെ തിരുവാങ്കൂർ കൊട്ടാരത്തിൽ ചെന്ന് തമ്പുരാനെ കണ്ടപ്പോൾ തിരുനാളിനെ കണ്ടപ്പോൾ അദ്ദേഹം മരണത്തെ വരിക്കുന്ന ഒരു സമയത്ത് അങ്ങ് ശൃംഗേരിയിലേക്ക് എത്തി കസേരയിൽ ഇരുത്തി എടുത്തുകൊണ്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞത്, എനിക്ക് 92 വയസ്സായി ശർമാജി, ഞാൻ മരണത്തെ വരിക്കാൻ ആഗ്രഹിക്കും, പക്ഷെ അങ്ങ് ദീക്ഷ സ്വീകരിച്ച് കേരളത്തിലേക്ക് വരുന്നത് വരെ എനിക്കൊന്ന് ജീവിച്ചിരിക്കാൻ പറ്റുമെന്ന് അറിയുന്നത്. അതാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് 92 വയസ്സായിരുന്നു പറഞ്ഞു. പിന്നെ 2-3 മാസം കൂടി തമ്പുരാൻ ജീവിച്ചിരുന്നു. അതുകൊണ്ട് അവിടെ ശിക്ഷണത്തിന് കിട്ടിയ, പരിശീലനത്തിന് കിട്ടിയ, അധ്യയനത്തിന് കിട്ടിയ അവസരമാണ്. അത് വളരെ ഗുരുത്തമായി രാജഗോപാൽ സാർ വന്നോടെ 2 ദിവസം താമസിച്ചു. മുൻ മന്ത്രി M.A. തൊട്ടപ്പൻ സാറാണ് എന്നെയും കൊണ്ട് ശൃംഗേരിയിലേക്ക് പോയത്. അതൊക്കെ നമുക്ക് കിട്ടിയ ഗുരുത്വം. ശൃംഗേരി എന്ന് പറയുമ്പോൾ ഋഷ്യശൃംഗൻ വന്ന് മഴ പെയ്യിച്ച ഒരു സ്ഥലം നമ്മൾ സിനിമയിലൊക്കെ കാണും. ഈ ഋഷ്യശൃംഗന്റെ സമാധി അവിടെയുണ്ട്. ഋഷ്യശൃംഗന്റെ അച്ഛൻ വിവാണ്ടക മഹർഷി വന്ന് സമാധിയായി അദ്ദേഹം ആയിരക്കണക്കിന് വർഷത്തിന് മുമ്പ് പൂജ ചെയ്ത ശിവലിംഗത്തിലാണ് ശിവരാത്രി ഗുരു നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ സന്യാസ സഭയാണ് നമുക്ക് ദീക്ഷ തന്നത്. കരിമുളയ്ക്കൽ വെച്ചാണ് ഈ ഓരോ വ്യക്തികളുടെയും നാമധേയത്തിൽ ആ സ്വീകരണം നടന്നത്. അത് 2 തരത്തിൽ, അതായത് മഠാന്യായം ശങ്കരാചാര്യ സ്വാമികൾ ചതുർമഠം സ്ഥാപിച്ചുകൊണ്ട് മഠാന്യായം ഉണ്ടാക്കിയത് മഠത്തിന്റെ വ്യവസ്ഥയാണ്. മഠം എങ്ങനെ ആചാരം കൊണ്ടുപോകണം, എങ്ങനെ ആചരണം കൊണ്ടുപോകണം, എങ്ങനെ പൂജ കൊണ്ടുപോകണം എന്നുള്ളതാണ് മഠാന്യായം. അകാലകൾ എന്ന് പറയുന്നത് മുഗളന്മാരുടെ ആധിപത്യം മുതൽ ഇങ്ങോട്ട് ഭാരതത്തിന്റെ മണ്ണിൽ സന്യാസ സമൂഹത്തിന് നേരിട്ടതാകുന്ന ആ നീചമായ പ്രവൃത്തികളെയൊക്കെ അതിജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സന്യാസ സഭയിൽ സന്യാസ യുവജനങ്ങളായ സന്യാസിമാരുടെ കാവൽ ഭടന്മാരായി തീരുന്നതാകുന്ന ആ ഒരു സംവിധാനമാണ് അഗാധ എന്ന് പറഞ്ഞിട്ട് കുംഭമേളയോടനുബന്ധിച്ച് വന്നപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു ഭാഗത്ത് അഗാധ, ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു. അതുകൊണ്ട് ദശനാഥ സമ്പ്രദായം എന്ന് പറയുന്നത് ശങ്കര പരമ്പരയിൽ ദീക്ഷ സ്വീകരിച്ച ആർക്കും എവിടെയും ആ ശങ്കര പരമ്പരയിലെ ദീക്ഷ കൊടുക്കുവാനുള്ള അവസരമുണ്ട്. അത് നമ്മുടെ ധർമ്മഗുരുക്കന്മാരായിട്ട് അങ്ങനെ പകർന്നു നൽകിയ ദീക്ഷകളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ശങ്കര പരമ്പരയിൽ ദീക്ഷ എടുക്കുക സന്യാസി ശ്രേഷ്ഠന്റെ സാന്നിധ്യത്തിലാണ് കരിമുളയ്ക്കൽ സ്വാമിക്ക് ദീക്ഷ നടന്നത് എന്ന് പറയുന്നു. അതുകൊണ്ട് ശൃംഗേരി മഠത്തിൽ നമുക്ക് കിട്ടിയ അവസരം ഗുരുത്വമാണ്, അധ്യയനമാണ്, അല്ലാതെ ദീക്ഷയല്ല എന്ന് അതുകൂടി പറയുകയാണ്. കാരണം നമ്മുടെ പുരന്തരാനന്ദ സ്വാമികൾ എന്നോട് പറഞ്ഞത് അദ്ദേഹം അവിടെ ചെന്നപ്പോൾ കിട്ടിയത് അത്ര സുഖകരമല്ലാത്ത അനുഭവമാണ്. ഇപ്പൊ സച്ചിദാനന്ദ സ്വാമികളെ ക്ഷണിക്കാൻ അവിടെ തുടക്കം ഒരു തരത്തിലും അദ്ദേഹം സമ്മതിക്കില്ല. പിന്നെ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വിട്ടു, പിന്നെ കരിമാറ്റി വന്നു. അങ്ങനെ അതുകൊണ്ട് നമ്മൾ ശങ്കരാചാര്യരുടെ ജന്മത്തിന് പോലും ജനന തീയതിക്ക് പോലും ഏകാഭിപ്രായം ഉണ്ടാക്കുവാൻ ചതുർമഠങ്ങൾക്ക് ഇന്നും സാധിച്ചിട്ടില്ല. 1500-1200 വർഷത്തെ പാരമ്പര്യം പറയുന്നു ശൃംഗേരി മഠം. പക്ഷെ വടക്കേ മറ്റുള്ളവര് അതിൽ കൂടുതൽ പാരമ്പര്യം പറയുന്നു. അതുപോലും ഏകാഭിപ്രായത്തിൽ എത്തിക്കുവാൻ മഠങ്ങൾക്ക് സാധിച്ചില്ല. അത് നമ്മുടെ വിഷയമല്ല, അത് വിടുക. പക്ഷെ ശങ്കരാചാര്യർ സ്ഥാപിച്ച സനാതന ധർമ്മത്തിന്റെ പേരിൽ നമുക്ക് സമൂഹത്തെ നയിക്കുവാനുള്ളതാകുന്ന ആ ആത്മബോധം, ആ തലത്തിലേക്ക് എന്തിന് നമ്മൾ ഈ മത്സരബുദ്ധിയിലേക്ക് പോകുന്നു? നമുക്ക് ഈ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുവാൻ, നമ്മൾ ഈ സമൂഹത്തെ ശ്രേഷ്ഠതയിലേക്ക് നയിക്കുവാൻ, ഈ സമൂഹത്തെ ഗുരുത്വത്തിലേക്ക് നയിക്കുവാൻ നമുക്ക് കിട്ടുന്ന അവസരത്തെ ഉപയോഗപ്പെടുത്തുവാൻ ഓരോ പദവിയിൽ ഇരിക്കുന്നവരും ആ പദവി കൊണ്ടും സ്ഥാനം കൊണ്ടും അവർ ആ ഒരു തലത്തിലേക്ക് പരിവർത്തനപ്പെട്ടാലേ ഭാരതത്തിന്റെ ഇന്നത്തെ പ്രതിസന്ധിക്ക്, നമ്മുടെ സമൂഹത്തിന്റെ ഇന്നത്തെ പ്രതിസന്ധിക്ക് പരിഹാരമാകും. പിന്നെ ഈ സമയം ഞാൻ ഇവിടെ എത്തുന്നതാണ്. ആദ്യം ഞാൻ വന്നപ്പോ ഈ പാലങ്ങളൊന്നുമില്ല. ആ വണ്ടി 6 കടന്നു വന്നപ്പോൾ ഭയപ്പെട്ടു പോയി. അങ്ങനെയൊക്കെയാണ് ഞാൻ ഇവിടെ എത്തിയത്. അതിനെല്ലാം കാരണക്കാരായ ഒരു സംവിധാനമാണ് ഹിന്ദുവൈക്യ വേദി എന്ന് പറയുന്ന കേരളത്തിന്റെ വലിയൊരു പ്രസ്ഥാനം. ശ്രീ കുമ്മനം ചേട്ടന്റെ മനസ്സിന്റെ ഇച്ഛാശക്തിയാണ് ഇത് ഈശ്വരഹിതമാണെങ്കിൽ നടക്കുമെന്ന് സ്വാമിയോട് പറഞ്ഞതും പിന്നെ ഇതിന്റെ രഥയാത്ര
വളരെ ത്യാഗപൂർണമായ ഒരു യജ്ഞമായി നടത്തി തന്നു. ശ്രീ പുത്തൂർ എം രാധാകൃഷ്ണൻ സാറാകട്ടെ, ശ്രീ KP ഹരിദാസ് ആകട്ടെ, ശ്രീ ES ബിജു ആകട്ടെ, അങ്ങനെയുള്ള അവരൊക്കെ ചെരുപ്പ് പോലും ഇടാതെ 4 ദിവസം ത്യാഗോജ്ജലമായ പ്രവർത്തനം നടത്തിക്കൊണ്ട് ഈ രഥയാത്ര ഊർച്ചയിൽ എത്തിച്ച് അവിടുന്ന് കരിമുളക്കിലേക്ക് സ്വീകരിച്ചാനയിച്ചുകൊണ്ട് മഹാജ്യോതിയായി പ്രതിഷ്ഠിച്ചു. ആ മഹാജ്യോതി നമ്മളുടെ എന്റെയും നിങ്ങളുടെയും അല്ല, നമ്മുടെ ധർമ്മഗുരുക്കന്മാർ ഭാരതീയ ധർമ്മ സന്ദേശം സനാതന ധർമ്മ ഗുരുകുല ക്ഷേത്രം സ്ഥാപിക്കണമെന്നുള്ള ദർശനം എനിക്ക് കിട്ടുമ്പോൾ അവിടെ വെറും ഒരു പായും ഒരു കടവിന് പകരമുള്ളതായ ഒരു സാരി തുണിയും മാത്രമേ ഉള്ളായിരുന്നു. അവിടെ നിന്നുകൊണ്ട് അതെന്താണെന്ന് അറിയാതെ ഈശ്വര പ്രതിഷ്ഠ നടത്തി അതിന്റെ വിപത്തുക്കളെല്ലാം അനുഭവിച്ചു. അവിടെ അവസാനം ഇത് ബന്ധുക്കൂസുകാർക്ക് കൊടുക്കാൻ തയ്യാറായി അങ്ങനെ വീട് വിട്ടിറങ്ങി 1-2 വർഷം പലയിടത്തായി കടന്ന് അതൊന്നും വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ആ തരത്തിലേക്ക് പോയ ഞാൻ, മരിക്കാൻ വേണ്ടി ചിന്തിച്ച ഞാൻ അവിടെ നിന്നുകൊണ്ട് ഒരു ജ്യോത്സ്യം പത്തനംതിട്ട ജില്ലയിൽ എന്നോട് പറഞ്ഞു, വീട്ടിൽ പോലും കയറാത്ത നടക്കുന്ന സ്വാമി ഈശ്വരൻ തന്ന ദർശനമാണെങ്കിൽ ഈശ്വരൻ അല്ലാതെ മറ്റാർക്കും ഇതിന് പരിഹാരം പറയുവാൻ പറ്റില്ല, അതുകൊണ്ട് ഏതെങ്കിലും ആശ്രമത്തിൽ പോയി ധ്യാനിക്കാൻ പറഞ്ഞു. അങ്ങനെ മാവേലിക്കര ശുദ്ധാനന്ദാശ്രമത്തിൽ പോയി അവരെല്ലാം കിടക്കാൻ പോയി അവിടുത്തെ മഠാധിപതിയുടെ അനുമതി ചോദിച്ചിട്ട് രാത്രി അവിടെ നിന്ന് ഞാൻ ധ്യാനത്തിൽ ഇരുന്നു. ഒരു 2 മണി ആയപ്പോഴത്തേക്കിന് എനിക്ക് ധ്യാനിക്കാനൊന്നും പറ്റുന്നില്ല, മനസ്സേകാഗ്രമല്ല, ആകെ വീട്ടിൽ പോലും കയറാൻ പറ്റാത്തൊരു സാഹചര്യം. 7-10 കേസുകളും കോടതി, അവരൊന്നും എതിരായിട്ട് കേസ് കൊടുത്താൽ ക്ഷേത്രം എനിക്ക് വേണ്ടി പൈസ സ്വതന്ത്രസാധനം സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തത് കേസായി പോയതാ. അവർക്കൊന്നും ഇപ്പോഴും സ്നേഹത്തിന് കുറവൊന്നുമില്ല. പക്ഷെ ആ ഒരു സാഹചര്യം അവിടെ നിന്നാണ് ഒരു പിടിപാട് പോലെ ശീലി പോലെ ഉള്ളിലുണ്ടായ ഒരു ബോധമാണ്. നീ പ്രശ്നത്തിൽ കണ്ട ക്ഷേത്രമാണ് വെച്ചത്, കടമകേറിയ ക്ഷേത്രം. ദർശനത്തിൽ കണ്ട ക്ഷേത്രം വെച്ചിട്ടില്ല. ദർശനത്തിൽ കണ്ട ക്ഷേത്രം എന്ന് പറയുന്നത് അടിമയുടമ വർണ്ണവർഗ വ്യത്യാസമില്ലാതെ പരമാത്മാവിന്റെ ഉടമസ്ഥത ഭൂമിയിൽ സ്ഥാപിച്ച് ലോകം നിലനിൽക്കുന്ന കാലത്തോളം എല്ലാ യാമങ്ങളിലും ആരാധന നടത്തപ്പെടേണ്ട ഈ യുഗത്തിന്റെ മോക്ഷദായിക ക്ഷേത്രമാണ് സനാതന ധർമ്മ ഗുരുകുല ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചത് പ്രതിഷ്ഠ, നമ്മുടെ ഏറ്റവും വലിയ സങ്കല്പം ശിവലിംഗ പ്രതിഷ്ഠ വെച്ചു, ഏറ്റവും വലിയ സങ്കല്പം ദേവിയുടെ കണ്ടാരൂപ പ്രതിഷ്ഠ വെച്ചു, ഇനി എന്ത് പ്രതിഷ്ഠ? അപ്പൊ പറഞ്ഞ വാക്കാണ് പറയുന്നത് 12 ആ 12 ആത്മാക്കളുടെ ജീവചൈതന്യങ്ങളെ 12 ജ്യോതിസുകളായി കൊണ്ടുവന്ന് പരബ്രഹ്മ സങ്കേതത്തിൽ വെച്ച് യുഗവ്യവസ്ഥ പ്രകാരം സമന്വയിപ്പിച്ചു മഹാജ്യോതിയായി പ്രതിഷ്ഠിക്കൂ എന്ന് അന്ന് ഇല്ലെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് തോന്നിയ ഒരാൾക്കറിയാം. അങ്ങനെ ഞങ്ങൾ 3-4 പേര് കൂടി ഒരു വലിയ വടയിക്കെടുത്ത് അങ്ങ് പാലക്കാട് ഉള്ളിയല്ലൂർ ഉൾപ്പെടെ ഈ ഇല്ലങ്ങൾ തേടി വന്നു. അവിടെ വെച്ച് ആഴ്വാഞ്ചേരി തമ്പ്രാക്ക് പറഞ്ഞൊരു വാക്കാണ്. അദ്ദേഹത്തെ കണ്ടു, ഈ ഇല്ലങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു എന്റെ ഈ പുരുഷജന്മം സബലീകൃതമായി. അദ്ദേഹത്തിന്റെ 2 തുള്ളി കണ്ണുനീരാണ് എന്റെ ഈ ദേഹത്തിൽ വീണത്. വലിയ രാമൻ തമ്പ്രാക്ക് അദ്ദേഹം പറഞ്ഞു, അതായത് 1500 വർഷം മുമ്പ് ആഴ്വാഞ്ചേരിക്ക് ഒരു മനയുണ്ട്, അത് ചരിത്രമുണ്ട്. ആ ചരിത്രം എന്ന് പറയുന്നത് ആഴ്വാഞ്ചേരി മനയിൽ എവിടെയോ പൂജ കഴിഞ്ഞ് ദക്ഷിണയായി കിട്ടിയ പാരിതോഷികത്തിനോട് ദക്ഷിണയോടൊപ്പം പാരിതോഷികമായി കിട്ടിയ ഒരു സ്വർണ്ണ പശുവിനെ കൊണ്ട് ഭാരതപ്പുഴ മുറിച്ച് കടന്നു പോയ സമയത്ത് കാക്കനാരി ചോദിച്ച ഒരു ചോദ്യമാണ്, സ്വർണ്ണ ചത്ത പശുവിനെ ഞങ്ങൾക്കുള്ളതല്ലേ, തമ്പ്രാൻ ഇത് ഇവിടെ കൊണ്ടുപോവുകയാണ്. അപ്പം തിരിഞ്ഞു നിന്നുകൊണ്ട് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ പറഞ്ഞു, ഇത് ചത്തല്ലടാ, ഇതിന് ജീവനുണ്ട് എന്ന്. അപ്പൊ കാക്കനാരി വിട്ടില്ല, എന്നാ പിന്നെ എന്തിനാ തുറന്നുകൊണ്ട് പോന്നേ, നടത്തിക്കൊണ്ട് പോയിക്കാട്ടെ എന്ന് പറഞ്ഞു. തിരിഞ്ഞു നിന്ന് ശിഷ്യന്മാരോടായിട്ട് കാത്തു വെക്കാൻ പറഞ്ഞു പശുവിനെ. ഒരു പിടി പുല്ലെടുത്ത് ഈ പശുവിന്റെ മുമ്പിൽ ഒന്ന് കാണിച്ചിട്ട് മുമ്പോട്ട് നടന്നു. സ്വർണ്ണ പശു നടന്ന് മനക്കിലെത്തി. ആ മനക്കിലെത്തിയ സാഹചര്യത്തിൽ അവര് എല്ലാവരും അന്തം വിട്ട് എന്നോട് വലിയ രാമൻ തമ്പ്രാക്കൾ ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണം സ്വാമി, നമുക്ക് കശാപ്പുകാർക്ക് കൊടുക്കാൻ പറ്റുമോ, തൊഴുത്തിൽ പിടിച്ച് കെട്ടാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ എന്ത് ചെയ്തു? ദൈവജ്ഞന്മാരെ വിളിച്ചു 3 ദിവസത്തെ പ്രശ്നം നടത്തി. 3-ാം ദിവസം പരിഹാരം വന്നു, തെക്കേ കോലായി സംസ്കരിക്കാൻ. അതോടൊപ്പം അന്ന് പ്രശ്നത്തിൽ പിറന്നതാണ്, കാലമാകുമ്പോൾ ഭൂമിയിൽ സനാതന ക്ഷേത്രം പണിയുവാൻ പാക്കനാരുടെ പരമ്പരയിൽ നിന്നൊരു സംഗതി സത്യം തേടി മണ്ണിൽ വരും. എന്റെ കാലത്താണല്ലോ മോൻ വന്നത് എന്നുള്ള രീതിയിൽ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇതിനെല്ലാം ആടിന്റെയും അനുവാദവും തന്നു വലിയരാമൻ തമ്പ്രാക്കൾ. അദ്ദേഹം ഇല്ല, ഇപ്പൊ സമയം അതിക്രമിച്ചു. ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കിന് അങ്ങനെ പോയി. നമ്മുടെ സോമൻ സാർ ഇരിക്കുമ്പോൾ നമ്മുടെ ജസ്റ്റിസ് പരിപൂർണൻ എന്റെ കയ്യിൽ തലയിൽ വെച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, 20,000 വർഷത്തിന് മുമ്പുള്ള 3 ശാഖകളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് അഗ്നിശാഖ, ഒന്ന് ശക്തിശാഖ, ഒന്ന് ഭരണശാഖ. പിന്നെയാണ് ഈ ചാളുപറഞ്ഞ പോയി ഉണ്ടായത്. ആ കാലത്തേക്ക് ഈ ലോകത്തെ നയിക്കാനാണ് സിംഗിൾ പോയി വരികയെന്ന്
ജസ്റ്റിസ് കരിവുണ്ണൻ പറഞ്ഞു, ജസ്റ്റിസ് വി ആർ കൃഷ്ണഗിരി എന്നോട് പറഞ്ഞു, ഇതൊരു വിപ്ലവാത്മകമായ കാര്യങ്ങളാണല്ലോ. ജസ്റ്റിസ് പത്മനാഭൻ നായരാകട്ടെ, ശ്രീ തോട്ടത്തിൽ പി രാധാകൃഷ്ണൻ അവர்களാകട്ടെ, അങ്ങനെ നിരവധി ആളുകൾ കരികുളത്തിൽ എത്തുകയും ഈ ജ്യോതിയെ കണ്ട് വണങ്ങി ഭാഗവതം നല്ലൂർ ശങ്കരൻ അദ്ദേഹം ഇവിടെ ഇതെല്ലാം പറയുന്നത് ഈ ജ്യോതി നിങ്ങളുടെ ഓരോരുത്തരുടെയും നമ്മുടെ സമ്പത്താണ്. ആ സമ്പത്ത് നിങ്ങളുടെ എല്ലാം ഹൃദയത്തിലുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇന്ന് നമുക്കെല്ലാം ഇതാ ആശ്രയസ്ഥാനമായിട്ട് ഇപ്പോൾ പുളിയനുള്ളിൽ ഇത് തെളിഞ്ഞിരിക്കും. ഇന്നിവിടെ ഈ പൊങ്കാലയുടെ തിരികെയും ഈ സമ്മേളനം നടക്കുന്നു. നാളത്തെ തലമുറയ്ക്ക് കൊടുക്കുവാൻ നമുക്കൊരു സന്ദേശമുണ്ട്. അത് നെയ്ത്തിരിയായിട്ട് തീപ്പന്തങ്ങളായിട്ട് ആ സന്ദേശം വരും തലമുറയെ നയിക്കുവാനുള്ള വേദിയാക്കി തീരട്ടെ ഈ സമ്മേളനം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ മഹാഗുരു സമക്ഷം ഈ ഭുവനേശ്വരി ദേവിയുടെയും ദരിദ്രത്തിന്റെയും സമക്ഷം ആദരണീയായ സോമൻ സാറും NSSന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എന്റെ ഗുരുതുല്യരും സഹോദരങ്ങളുമാണ്. നിങ്ങളുടെയൊക്കെ സമക്ഷം ഇതാ ഈ പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമായി സമർപ്പിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ. നമുക്ക് നാളത്തെ തലമുറയെ മുൻപോട്ട് നയിക്കുവാനുള്ള നമുക്ക് പ്രചോദനമായി തീർന്ന നമ്മുടെ ജീവിത നിയോഗത്തെ ഫലപ്രാപ്തിയിൽ എത്തിക്കുവാൻ അല്പമെങ്കിലും മനസ്സ് കൊടുക്കുവാനുള്ള ശ്രമം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം മഹാജ്യോതിയെ നമഃ. നന്ദി.